ഹലോ എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമുക്ക് ഇന്ന് മാത്സിന്റെ റിവിഷൻ ആണ്. RRB ഗ്രൂപ്പ് ഡിയുടെ റിവിഷൻ സീരീസിൽ മാത്സിന്റെ റിവിഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ പെർസെന്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പെർസെന്റേജ് ഒന്ന് റിവൈസ് ചെയ്യാനോ എന്ന് ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു സെഷൻ നന്നായിട്ട് യൂസ് ആവും. ട്രിക്കി ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നിങ്ങൾ ആൻസറും കൂടെ കമന്റ് ചെയ്യാനായിട്ട് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലാസ്റ്റ് ഇയർ രഞ്ജൻസ് മന്ത്ലി സാലറി വാസ് 34,500 ആൻഡ് ദിസ് ഇയർ ഹിസ് മന്ത്ലി സാലറി ഈസ് 38,640. What is the percentage increase in Ranjan's monthly salary in this year over his monthly salary last year? കഴിഞ്ഞ വർഷത്തെ സാലറി വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ എത്ര കൂടുതലുണ്ട്? അപ്പൊ കഴിഞ്ഞ വർഷത്തെ സാലറിയിൽ നിന്നും എത്ര കൂടുതലുണ്ട് അതിന്റെ പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ സാലറി 38,640 അല്ലേ? കഴിഞ്ഞ വർഷത്തെ സാലറി 34,500 ആണ്. അപ്പൊ ക്യാഷ് സാലറി എത്ര കൂടി? എമൗണ്ട് എത്ര കൂടിയിട്ടുണ്ട്? സാലറി എത്ര കൂടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4,140 ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത് അല്ലെ. 4,140 റുപ്പീസ് ആണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. ഇൻക്രീസ് ചെയ്തേക്കുന്ന എമൗണ്ട് അല്ല ചോദ്യം, എത്ര പെർസെന്റേജ് ആണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇൻക്രീസ് ചെയ്തത് 4,140 രൂപയാണ്. അതായത് 34,500 എന്ന സാലറി ഉണ്ടായത് കൊണ്ടാണല്ലോ അതിന് ഇൻക്രീസ് ചെയ്തത് അല്ലെ. 34,500 നിന്നാണ് 4,140 രൂപ ഇൻക്രീസ് ആയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പെർസെന്റേജ് കണ്ടുപിടിക്കും ബേസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് കുറെ പേർക്ക് കൺഫ്യൂഷൻ ആണ്. ഒറിജിനലി എന്തായിരുന്നു അതിൽ നിന്നാണ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന സാലറിയിൽ നിന്നും എത്ര കൂടി, അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന സാലറിയിൽ നിന്ന് വേണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ 34,500 നിന്ന് 4,140 ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം. 2 സീറോ താഴെയും 2 സീറോ മുകളിലും കട്ടായിട്ടുണ്ട്. ഇനി നോക്കിയേ 345 4140 കൂടെ നമുക്ക് കട്ട് ചെയ്യണ്ടേ. നമുക്കിത് ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷനിൽ നോക്കിയപ്പോ കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. നോക്കിയേ 5 എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ കൂടെ 0 എൻഡ് ചെയ്തൊരു നമ്പർ, അതായത് ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഈവൻ നമ്പർ ആയിരിക്കണം. സോ ഓപ്ഷൻ 13ഉം 15ഉം ക്യാൻസൽ ആയി. കാരണം 345 ഇൻറ്റു എന്ത് ചെയ്താലും 13 ചെയ്താലോ 15 ചെയ്താലോ നമുക്ക് എന്ത് കിട്ടില്ല? 0 കിട്ടില്ല. ഓഡ് നമ്പേഴ്സുമായിട്ട് 5 മൾട്ടിപ്ലൈ ചെയ്താൽ 5 എൻഡ് ചെയ്യുള്ളൂ, 0 എൻഡ് ചെയ്തില്ല. അപ്പൊ 12 അല്ലെങ്കിൽ 20 ആണ് നമ്മുടെ ആൻസർ. 345ന്റെ ഡബിൾ ഒന്നും അല്ലല്ലോ 414. അപ്പൊ 20 അല്ലല്ലോ ആൻസർ. സോ 12 ആണ് ആൻസർ, 12%. അപ്പൊ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പോകാവുന്നതേ ഉള്ളൂ. 345ന്റെ ഡബിൾ ആണ് ഇവിടെ വരുന്നതെങ്കിലല്ലേ 2ഉം 0 ഒക്കെ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. സോ അങ്ങനെ അല്ലല്ലോ വന്നിരിക്കുന്നത്. സോ ആൻസർ 12 എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. When the price of a magazine was reduced by 30%, its sale increased by 70%. The net revenue and the net value, the net revenue ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സക്സസീവ് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ആലോചിക്കേണ്ട എന്താണ്? മാഗസിന്റെ വില കുറഞ്ഞത് കൊണ്ടാണ് സെയിൽസ് കൂടിയത്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടെ കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കും നെറ്റ് റവന്യൂവിൽ ഉണ്ടാവുന്നത് അല്ലെ. അപ്പം മാഗസിന്റെ വില കുറഞ്ഞത് കൊണ്ട് കൂടുതൽ ആൾക്കാർ വന്ന് സാധനം വാങ്ങാൻ തുടങ്ങി. അപ്പൊ അയാൾക്ക് കൂടുതൽ ക്യാഷ് കിട്ടിയ, അപ്പൊ കൂടുതൽ ക്യാഷ്, എത്ര ക്യാഷാണ്, നെറ്റ് റവന്യൂ എത്രയാണ്, ആ ഒരു ടൈപ്പ് ചോദ്യത്തിലല്ല. മനസ്സിലായോ? അതായത് സിംപ്ലി പറഞ്ഞാൽ A is equal to B into C ടൈപ്പ് പ്രോഡക്റ്റ്, A is equal to B into C, അതായത് പ്രോഡക്റ്റ് ടൈപ്പിലല്ല B ഇത്ര പെർസെന്റേജ് മാറി, C ഇത്ര പെർസെന്റേജ് മാറി, നെറ്റ് Aക്ക് എന്ത് മാറ്റം വരും? ഫോർ എക്സാമ്പിൾ ഏരിയ is equal to ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇത്ര പെർസെന്റേജ് കൂടി, ബ്രെഡ്ത്ത് ഇത്ര പെർസെന്റേജ് കൂടി, നെറ്റ് എഫക്ട് ഏരിയക്ക് എന്ത് സംഭവിക്കും? മനസ്സിലായോ? പ്രൈസ് ഇത്ര പെർസെന്റേജ് കൂടി, കൺസംഷൻ ഇത്ര പെർസെന്റേജ് കൂടി, അങ്ങനെയാണ് നെറ്റ് എഫക്ട് എക്സ്പെൻഡിച്ചർ എന്ത് സംഭവിക്കും? കാരണം എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ്. ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ റവന്യൂ എന്ന് പറയുന്നത് മാഗസീന്റെ പ്രൈസിന്റെയും അതിന്റെ സെയിലിന്റെയും പ്രോഡക്റ്റ് ആണ്. സോ ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് എഫക്ട് എന്നുള്ള കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് നോക്കാം. നെറ്റ് റവന്യൂ കണ്ടുപിടിക്കാൻ 30% കുറഞ്ഞു, 70% കൂടി. 30% കുറഞ്ഞു, 70% കൂടി. അപ്പൊ നെറ്റ് എഫക്ട് എന്താണ്? -30 + 70. മൈനസും പ്ലസും ആയതുകൊണ്ട് -30 × 70
ബൈ 100 അങ്ങ് ചെയ്താൽ മതി. സോ -30യും +70യും കൂടെ ചെയ്യുമ്പോൾ 70ൽ നിന്ന് 30 കുറയ്ക്കാനാ പറഞ്ഞേക്കുന്നത് അല്ലെ. സോ 40 -30 × 70യിലെ 2 0 താഴത്തെ 2 0 ആയിട്ട് കട്ട് ചെയ്ത് 3 × 7 21 കിട്ടും. സോ 40 - 21 ദാറ്റ് ഈസ് 19%. കിട്ടിയ ആൻസർ പ്ലസ് വാല്യൂ -19 നല്ലല്ലോ കിട്ടിയ, +19 നല്ല കിട്ടിയ. സോ ഇൻക്രീസ്ഡ് ബൈ 19%. ഇതേ ആൻസർ -19 എന്നായിരുന്നെങ്കിൽ ഡിക്രീസ്ഡ് ബൈ 19%. സോ ഇവിടെ ഇൻക്രീസ്ഡ് ബൈ 19% ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് നോക്കാം. If the length of a rectangle is increased by 80% and the breadth by 20%, what will be the increase in area? Net effect ചോദിച്ചാണ് കൈ. കാരണം ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്തിന് എന്തെങ്കിലും സംഭവിച്ചു, ബ്രെഡ്ത്തിന് എന്തെങ്കിലും സംഭവിച്ചു. സോ ഏരിയക്ക് സംഭവിക്കുക എന്ന് പറയുന്നത് നെറ്റ് എഫക്റ്റ് ആണ്. ലെങ്തിനും ബ്രെഡ്ത്തിനും സംഭവിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഏരിയക്ക് സംഭവിക്കുന്നത് അല്ലെ. സോ അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? സക്സസീവ് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് എന്ത് ചെയ്യാം? സക്സസീവ് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ പെർസെന്റേജ് ഇൻക്രീസ് എന്താ? ലെങ്തും കൂടി ബ്രെഡ്ത്തും കൂടി ഏരിയ ഓഫ് കോഴ്സ് കൂടും അല്ലെ. സോ 80 + 20 + 80 × 20 / 100 ചെയ്താൽ മതി. 80 + 20 + 80 × 20 / 100 ചെയ്താൽ നിങ്ങളുടെ ആൻസർ ആയി. ക്ലിയർ അല്ലേ? സോ 2 0 ഇവിടെയും 2 0 ഇവിടെയും കട്ടായി. ഇത് 100 ആണ് +16 എന്ന് വരും. 116%, 116%. ഇനി ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ സക്സസീവ് അപ്ലൈ ചെയ്യുമ്പോൾ x + y + xy / 100 അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് പെർസെന്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെന്റേജ് ഡിക്രീസ്. അത് 116 ആയി, അതുകൊണ്ട് 16 ആണോ? അങ്ങനൊരു കൺഫ്യൂഷൻ വേണ്ട. 116 തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 116 തന്നെയാണ്. കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ 100 + 16 എന്നല്ലേ, അപ്പൊ 16% ആയിരിക്കും കൂടുതലെന്ന്. അങ്ങനെയൊന്നും അല്ല. നമുക്ക് എന്താണോ കിട്ടുന്നത് നെറ്റ് എഫക്റ്റ് ആണ്. സോ ഇവിടെ 116 ആണ് കിട്ടിയത്. 116% കൂടി ഏരിയ, കാരണം ലെങ്തും കൂടി, കാരണം ലെങ്ത് 80% കൂടി. അപ്പൊ എന്തായാലും ഏരിയ 80%-നേക്കാൾ കൂടും, കാരണം ബ്രെഡ്ത്തും കൂടിയേക്കോ അല്ലെ. അപ്പൊ ആ ഒരു ലോജിക്കാണ്. 80യും 20 അല്ല, 100 അല്ല കൂടി, 116% കൂടി. ക്ലിയർ ആണല്ലോ? 116% ഏരിയയിലുള്ള ഇൻക്രീസ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം RRB ഗ്രൂപ്പ് ഡി 2022 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം വീണ്ടും പ്രൈസ്, എക്സ്പെൻഡിച്ചർ, കൺസംഷൻ. എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസംഷൻ. പ്രൈസ് ഇത്ര പെർസെന്റേജ് കൂടി, കൺസംഷൻ ഇത്ര പെർസെന്റേജ് കൂടി. എക്സ്പെൻഡിച്ചറിലുള്ള പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? സക്സസീവ് അപ്ലൈ ചെയ്യാം. പക്ഷെ ഈ ചോദ്യം അങ്ങനെയല്ല. ഈ ചോദ്യത്തിന് എന്താ ആൻസർ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്തായാലും ഒന്നുകൂടെ എഴുതാം. എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസംഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് how much percentage the consumption must be increased. കൺസംഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ് അല്ലേ കൺസംഷൻ. എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ പ്രൈസ് ആണ് കൺസംഷൻ. സോ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എഴുതി, പ്രൈസിന്റെ റേഷ്യോ എഴുതിയിട്ട് ഡിവൈഡ് ചെയ്താൽ കൺസംഷന്റെ റേഷ്യോ കിട്ടും. എക്സ്പെൻഡിച്ചറിനെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൺസംഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇത്രയും മതി. ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. എന്താ ക്വസ്റ്റ്യൻ? ഇനി ക്വസ്റ്റ്യൻ നോക്കാം. The price of the sugar is decreased by 30%. Then by how much percentage the consumption must be increased so that the expenditure will be decreases by 10% only. Expenditure 10% decrease ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 10ൽ 1 കുറയുന്നു എന്നല്ലേ. എക്സ്പെൻഡിച്ചർ 10ൽ 1 കുറയുന്നു എന്ന് വെച്ചാൽ 10 രൂപ ചെലവാക്കിയെടുത്ത് ഇപ്പൊ 1 രൂപ കുറഞ്ഞ് 9 രൂപയെ ചെലവാക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ 10:9 ആണ് എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ. നേരത്തെ 10, ഇപ്പൊ 9. എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എന്താണ്? 10:9. ആദ്യം 10 ആയിരുന്നു ചെലവാക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പൊ 1 കുറവാണ്, 9 ഉള്ളൂ. സോ 10:9 ആണ് എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ. പ്രൈസ് ഓഫ് ദ ഷുഗർ എത്രയാ കൂടിയ? 30%. 30% എന്ന് പറഞ്ഞാൽ എന്താണ്? 3/10. 10% 1/10 ആണെങ്കിൽ 30% 3/10 ആണ്. ഓക്കെ, 30% എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. 30% എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. 10ൽ 3 കുറഞ്ഞു. അപ്പൊ നേരത്തെ പ്രൈസ് 10 ആണെങ്കിൽ ഇപ്പൊ 3 കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 7.
അപ്പൊ എക്സ്പെൻഡിച്ചർ 10% കുറഞ്ഞതുകൊണ്ട് 10 9ആയി, പ്രൈസ് 30% കുറഞ്ഞതുകൊണ്ട് 10 7ആയി. ഇനി എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ പോരെ കൺസംഷന്റെ റേഷ്യോ കിട്ടാനായിട്ട്. 10/10 ചെയ്ത ഒരു റേഷ്യോ കിട്ടും. 9/7 ചെയ്യാം. 10/10 9/7 സിമ്പിൾ അല്ലേ? സോ 1:9/7. ഡിനോമിനേറ്റർ മാറ്റാനായിട്ട് 7 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ 7 കിടക്കുന്നത് കൊണ്ട് നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 7 9/7 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9. സോ 7:9 ആണ് കൺസംഷന്റെ റേഷ്യോ. അതായത് 7 വാങ്ങിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ 9 വാങ്ങിക്കുക. 7-ൽ നിന്ന് 9-ലോട്ട് വന്നപ്പോ 2 കൂടി അല്ലെ? 7-ൽ 2 കൂടി, 2/7 കൂടി. ചോദിച്ചേക്കുന്നത് ബൈ ഹൗ മച്ച് പെർസെന്റേജ് ദ കൺസംഷൻ മസ്റ്റ് ബി ഇൻക്രീസ്. 2/7 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജാ? 28.57%. 1/7 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജാ? 14.28%. 2/7 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജാ? 28.57%. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചത്, അതായത് നമ്മുടെ നേരത്തെ ഉള്ള കൺസംഷൻ എന്ന് പറയുന്നത് 680 280 kg ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയാണ് കൺസംഷൻ കൂടിയത്? നേരത്തെ ഉള്ള കൺസംഷൻ 280 kg ആയിരുന്നു, ഇപ്പൊ എത്ര കൂടി? ചോദ്യം ഞാനൊന്ന് മാറ്റുകയാണ്. ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? 28.57% ക്ലിയർ ആണല്ലോ? ചിലപ്പോ ഇതിന്റെ ഡേറ്റ തരാം. 7 അല്ല 280 ആണ് പഴയ കൺസംഷൻ. അങ്ങനെയാണ് ഇപ്പോഴത്തെ കൺസംഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടുപിടിച്ചാൽ മതി. 7 9 എന്ന് വെച്ചാൽ 2 അല്ലേ കൂടിയേ? എത്ര കൂടി എന്ന് ചോദിച്ചാൽ 2ന്റെ ഒറിജിനൽ കണ്ടുപിടിച്ചാൽ മതി. സോ ഒരു ഒറിജിനൽ വാല്യൂ തന്ന ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഇത് ആദ്യമുള്ള കൺസംഷനാണ് 7. 9 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള കൺസംഷനാണ്. 2 എന്ന് പറഞ്ഞാൽ കൂടിയത്. 7-ൽ നിന്ന് 2 കൂട്ടുമ്പോഴാണല്ലോ 9 കിട്ടുന്നത്. സോ 7 × 40 ആയതുകൊണ്ട് ഇപ്പോൾ ഉള്ള കൺസംഷൻ കണ്ടുപിടിക്കണമെങ്കിൽ 9 × 40 ചെയ്താൽ മതി. കൂടിയത് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 × 40 ചെയ്താൽ മതി. 80 kg. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയും ഇല്ലായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ 7:9. അതിൽ നിന്ന് 7-ൽ 2 ആണ് ഇൻക്രീസ് ചെയ്തത്. 7-ൽ 2 ആണ് കൂടിയത്. ദാറ്റ് ഈസ് 28.57%. 2/7 വാല്യൂ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ റിവിഷൻ ക്ലാസ്സുകളോടെ കണ്ടന്റ് സെക്ഷനോടെ തന്നെ ഓൺലൈനായിട്ട് ലൈവായിട്ട് പഠിക്കാനായിട്ട് RRB ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണോ എന്നുള്ളവരും ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൾ ചെയ്താൽ മതി. 7012615062. അപ്പൊ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്, ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ദിശ അക്കാഡമിയുടെ എല്ലാ ഓഫ്ലൈൻ ബ്രാഞ്ചസിലും റെയിൽവേയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം സ്ഥലങ്ങളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കണമെങ്കിൽ ഈ സെന്ററുകളിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The price per liter of petrol increases by 52%. By what percent should its consumption be reduced such that the expenditure on it increases by 14% only? Same type നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് ആണ്. കൺസംഷൻ എത്ര പെർസെന്റേജ് കുറയുമെന്നാണ് ചോദ്യം. എന്ത് സംഭവിച്ചിട്ടുണ്ട്? പ്രൈസ് കൂടിയിട്ടുണ്ട്. കൺസംഷൻ എത്ര കുറയും? കാരണം എക്സ്പെൻഡിച്ചർ 14% കൂടിയിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ പ്രൈസ് ചെയ്താൽ കൺസംഷൻ കിട്ടും. സിംപ്ലി ഇത്ര ആലോചിച്ചാൽ മതി. എക്സ്പെൻഡിച്ചറിലെ പെർസെന്റേജ് ചേഞ്ച് കൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ എഴുതിയ നമ്മുടെ ആൻസർ ആയി. എക്സ്പെൻഡിച്ചർ പ്രൈസ് കൺസംഷൻ. എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ പ്രൈസ് ആണ് കൺസംഷൻ. എക്സ്പെൻഡിച്ചറിൽ എന്താ സംഭവിച്ചത്? 52% കൂടി എന്ന് പറയുമ്പോൾ 100 152 ശരിയല്ലേ? 100 ആയിരുന്നു എക്സ്പെൻഡിച്ചർ എങ്കിൽ, സോറി എക്സ്പെൻഡിച്ചർ അല്ല 50% കൂടിയ. എക്സ്പെൻഡിച്ചർ എത്ര ശതമാനം കൂടിയ? 14%. അപ്പൊ 100 ആയിരുന്നു എക്സ്പെൻഡിച്ചർ എങ്കിൽ 114 ആയി എക്സ്പെൻഡിച്ചർ. 100 114 ആയി. അങ്ങനെ പ്രൈസ് എന്താ സംഭവിച്ചത്? 100
152 ആയി. അങ്ങനെയാണെങ്കിൽ കൺസംഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. 100/100 ചെയ്യുമ്പോൾ 1 ആണ്. 114/152 ചെയ്യണം. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 57 കിട്ടും, 76 കിട്ടും. ഓക്കെ, അപ്പൊ 1:57/76. പ്രശ്നമാണല്ലോ, ഫ്രാക്ഷൻ അല്ലേ, ഡിനോമിനേറ്ററിൽ ഒരു 76 അല്ലേ, എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് 76 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 76 വരും, ഇവിടെ 76 ക്യാൻസൽ ആയിട്ട് 57 മാത്രമായിട്ടും വരും. അപ്പൊ കൺസംഷൻ എന്താ സംഭവിച്ചത്? 76 എന്നുള്ള കൺസംഷൻ 57 ആയി. 76 എന്നുള്ള കൺസംഷൻ എന്തായി? 57 ആയി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. 76 നിന്ന് 57 ആയി എന്ന് പറഞ്ഞാൽ കുറയും അല്ലെ, കൺസംഷൻ കുറഞ്ഞു. എത്ര കുറഞ്ഞ്? 19 അല്ലേ കുറഞ്ഞേ? 19 കുറഞ്ഞു. എത്രയിൽ നിന്നാ കുറഞ്ഞേ? 76 നിന്ന് 19 ആ കുറഞ്ഞത്. 19 into 4 അല്ലേ 76? 19 into 4 76. സോ 1/4 കുറഞ്ഞു. 1/4 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 25% ആണ് കുറഞ്ഞത്. 1/4 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 25% ആണ് കുറഞ്ഞത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എക്സ്പെൻഡിച്ചറിലുള്ള ചേഞ്ചും പ്രൈസിലുള്ള ചേഞ്ചും തന്നിട്ട് കൺസംഷന്റെ ചേഞ്ച് ചോദിച്ചാൽ എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ് ഇസ് ഈക്വൽ ടു കൺസംഷൻ മോഡൽ. ഇനി അങ്ങ് ചെയ്താൽ മതി. ഒന്നും ആലോചിക്കാനില്ല. നിങ്ങളുടെ ലോജിക്കോ ബ്രെയിനോ ഒന്നും അപ്ലൈ ആയില്ല. ഒരു പാത്ത് പിന്തുടർന്നാൽ മതി. ഇതേ പാറ്റേൺ അങ്ങ് ചെയ്താൽ മതി. ഒരു പാറ്റേൺ അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A candidate obtains 20% marks and fails by 35 marks, while another candidate obtains 50% mark, which is 32 more than the passing marks. What are the maximum marks of the X? Options: 250, 670/3, 200/3, 670. മാർക്ക്, പെർസെന്റേജ് മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ. 20% മാർക്ക് വാങ്ങിയപ്പോൾ 5 മാർക്കിന് ഫെയിൽ ആയി, അല്ലെങ്കിൽ 50% മാർക്ക് വാങ്ങിയപ്പോൾ 10 മാർക്കിന് ഫെയിൽ ആയി. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കാൻഡിഡേറ്റ്സ് ഒബ്റ്റെയിൻ 20%. എടാ, ഒരാൾക്ക് കിട്ടുന്ന മാർക്ക് നമുക്കൊരു നമ്പർ ലൈൻ വെച്ച് വരയ്ക്കാം. 0 മാർക്ക് മുതൽ 0% മാർക്ക് മുതൽ 100% മാർക്ക് വരെ ഒരാൾക്ക് സ്കോർ ചെയ്യാം. മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 100% മാർക്ക്. 0 മാർക്ക് വാങ്ങിക്കാം, 100% മാർക്ക് വാങ്ങിക്കാം. ഇയാൾ എന്താ വാങ്ങിയത്? 20% മാർക്കാ വാങ്ങി. ഇയാൾ ഒരു 20% മാർക്ക് വാങ്ങി. ജയിച്ചോ? ഇല്ല. 35 മാർക്ക് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ജയിച്ചേനല്ലേ. അപ്പൊ ഞാൻ പെർസെന്റേജ് ലെഫ്റ്റ് സൈഡിലും മാർക്ക് റൈറ്റ് സൈഡിലും എഴുതി പോവാണേ. 20%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് വാങ്ങിയിട്ട് അയാൾ ഫെയിൽ ആയി എന്ന് പറയുമ്പോൾ അയാൾക്കൊരു 32 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അയാൾ പാസ്സായി. അപ്പൊ ഇതാണ് പാസ് മാർക്ക്. മനസ്സിലായോ? പാസ് മാർക്കിലോട്ട് എത്തണമെങ്കിൽ 20% പോരാ, ഒരു 35 അല്ല 35 മാർക്സും കൂടെ വേണം. ഓക്കെ, പിന്നെ വേറൊരു കാൻഡിഡേറ്റ് 50% മാർക്ക് വാങ്ങി. വേറൊരു കാൻഡിഡേറ്റ് 50% മാർക്ക് വാങ്ങി. പക്ഷെ എന്ത് ചെയ്തു? പാസിംഗ് മാർക്കിനേക്കാൾ 32 മാർക്ക് അധികമായിപ്പോയി. ഇതാണ് സംഭവിച്ചത്. 20% മാർക്ക് വാങ്ങിച്ചാൽ ഫെയിലായി, 50% മാർക്ക് വാങ്ങിച്ചാൽ പാസ്സായി. 20% മാർക്ക് വാങ്ങിച്ചാൽ 35 മാർക്കിനാണ് ഫെയിലായ. 50% മാർക്ക് വാങ്ങിയ 32 മാർക്കിനാണ് പാസ്സായത്. അങ്ങനെയാണെങ്കിൽ 20% 50% തമ്മിലുള്ള വ്യത്യാസം, ഇതൊരു 30% കൂടെ വാങ്ങിയപ്പോഴാണ് 50 ആയത് അല്ലെ. 20% പ്ലസ് 30% ആണ്. 20% പ്ലസ് 30% ആണ് എന്തെന്ന് പറയുന്നത് 50%. അപ്പൊ റൈറ്റ് സൈഡിൽ അതിന്റെ കറസ്പോണ്ടിങ് മാർക്ക് എന്ത് വരും? 32 പ്ലസ് 35 വരും 67. അതായത് 20%ൽ നിന്ന് 40%, 50% പെർസെന്റേജിന്റെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 30%. മാർക്കിന്റെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 67 ആണ്. സോ 30% ആണ് 67. മനസ്സിലായോ? 20% 50% തമ്മിലുള്ള ഡിഫറൻസ് 30%. ഇവിടെ ആ ഡിഫറൻസ് 67. പെർസെന്റേജും മാർക്കുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടിയാൽ ചോദ്യം മാക്സിമം മാർക്ക് 100% എത്രയാണെന്നാ ചോദ്യം. 30% 67 ആണെങ്കിൽ 100% എത്രയാണെന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു 100 into 67/30 എന്ന് വരും. 0 ക്യാൻസൽ ചെയ്താൽ 670/3. ഓപ്ഷൻ ബി 670/3 ആണ് കറക്റ്റ് ആൻസർ.
ക്ലിയർ ആണോ? ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം, എക്സാമിന് ചോദിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ പെർസെന്റേജിൽ കൂടുതൽ ചോദിക്കുന്ന പോപ്പുലേഷന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. പോപ്പുലേഷന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുന്നുണ്ട്. പോപ്പുലേഷൻ ഇത്ര പെർസെന്റേജ് കൂടി, ഇത്ര പെർസെന്റേജ് കൂടി, സക്സസീവ് ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ കൂടുതൽ കണ്ടേക്കുന്ന ഡയറക്റ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ്. സാലറി ഇത്രയായിരുന്നു, ഇത്ര കൂടി, അങ്ങനെയാണ് എത്ര പെർസെന്റേജ് കൂടി. ഹൈറ്റ് 12 ആയിരുന്നു, 2 കൂടി, അങ്ങനെയാണ് എത്ര പെർസെന്റേജ് കൂടി. ഡയറക്റ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻസിൽ കാണുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് ടൈപ്പ്. ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് ടൈപ്പ് ആണ് അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഇത് ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് ടൈപ്പ് അല്ല, സോറി. ഇത് ഒരാൾ കിട്ടുന്ന സാലറിയുടെ ഇത്ര ശതമാനം അവിടെ ചെലവാക്കുന്നു, ഇത്ര ശതമാനം ഇവിടെ ചെലവാക്കുന്നു, ബാക്കി ഇത്ര ശതമാനം അവിടെ ചെലവാക്കുന്നു, അങ്ങനെയാണ് അയാളുടെ കയ്യിൽ ബാക്കി എത്രയുണ്ട്, ആ ടൈപ്പ് പ്രോബ്ലം. ഇതും റെയിൽവേയുടെ ഫേവറേറ്റ് ആണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു 60% നമുക്ക് റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ പെർസെന്റേജ് എന്ന് ചോദിക്കുന്നത്. ബാക്കി വളരെ കുറച്ച് പെർസെന്റേജ് ബാക്കിയുള്ള ഏരിയ എന്ന് ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സംഭവമാണ് ഒരാൾ കിട്ടുന്ന സാലറിയുടെ ഇത് റെന്റിന് കൊടുത്തു, ഇത്രയും ഹോസ്പിറ്റലിലായി, ഇത്രയും എക്സ്പെൻസ് ആയി, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും പഠിക്കണേ. ഈ ടൈപ്പ് പഠിക്കാണ്ട് പോകരുത്. എ മാൻസ് മന്ത്ലി ഇൻകം ഈസ് 50,000. ഒരാൾക്ക് 50,000 രൂപ ശമ്പളം കിട്ടും. ഓക്കെ, അയാൾക്ക് കിട്ടി, അയാൾ പോക്കറ്റ് വെച്ചേക്കാം, 50,000 രൂപ ഇരിക്കട്ടെ. സോ അയാൾക്ക് 50,000 സാലറി കിട്ടി. He spends 25% of its own tax. 25% ടാക്സിന് പോയി. 25% എന്ന് വെച്ചാൽ 1/4 ആണ്. 4/1 ടാക്സിന് പോയി. 4 രൂപ കിട്ടിയ 1 രൂപ ടാക്സ് കൊടുക്കണം. 4 രൂപ കിട്ടിയ 1 രൂപ ടാക്സ് കൊടുക്കണം. അപ്പൊ 3 രൂപയുള്ളേ ഉള്ളു ബാക്കി. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് 4/1 ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ 25% ഡയറക്റ്റ് ഇട്ട് ചെയ്യാവേ. ഫ്രാക്ഷൻ ഇട്ട് പറയട്ടെ. ഓക്കെ, 25% 4/1 പോയി. 4/1 ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ 4/3 അയാളുടെ കയ്യിലുള്ളൂ. അതായത് 50,000 രൂപ കിട്ടിയതിന്റെ 4/3 ഇപ്പൊ അയാളുടെ കയ്യിലുള്ളൂ. അതായത് 75% ഉള്ളൂ. 25% പോയി, ബാക്കി 75%. അതാണ് 3/4. അപ്പൊ 50,000 മൊത്തം ഇപ്പൊ അയാളുടെ കയ്യിലുണ്ടോ? 25% ടാക്സ് വെച്ചു. ബാക്കി എത്ര ഉണ്ട്? 75%. അതാണ് 50,000ന്റെ 3/4. ഇനി ബാലൻസ് ഉള്ള കാശിൽ നിന്ന് നോക്കിയേ, 30% ഓഫ് ദ റിമൈനിങ് ഇൻകം. ഈ വാക്ക് കണ്ടാൽ ശ്രദ്ധിക്കുക. റിമൈനിങ് ഇൻകം, ബാക്കിയുള്ളത് എത്ര? 50,000ന്റെ 3/4. അതിന്റെ 30% ഹൗസ് ഹോൾഡ് എക്സ്പെൻസിനായി, 30% ഹൗസ് ഹോൾഡ് എക്സ്പെൻസസിനായി. ബാക്കി എത്ര ഉണ്ട്? അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വീണ്ടും കുറച്ച് പോർഷൻ പോയി, 30% പോയി. ബാക്കി എത്രയുണ്ട്? 70% ഉള്ളൂ അല്ലെ. അപ്പൊ 50,000 കിട്ടിയത് 50,000 ഉണ്ട്, അതിന്റെ 3/4 ആയി. പിന്നെ അതിന്റെ 70% ഇപ്പൊ അയാളുടെ കയ്യിലുള്ളൂ. ഇനി ബാക്കിയുള്ളതിന്റെ 10% കഴിഞ്ഞില്ല. ഇപ്പൊ അയാൾ ഇത്രയും സൂക്ഷിച്ചു വെക്കാന്ന് വിചാരിച്ചോ? പക്ഷെ എന്ത് സംഭവിച്ചു? 10% ഓഫ് ദ സ്റ്റിൽ റിമൈനിങ് ഇൻകം ഓൺ എന്റർടൈൻമെന്റിന് വീണ്ടും ഒരു 10% പോയി. ബാക്കി ഒരു 90% അയാളുടെ കയ്യിലുള്ളത്. സോ ഇങ്ങനെ വേണം അയാളുടെ കയ്യിലുള്ള ക്യാഷ് കണ്ടുപിടിക്കാൻ. ആദ്യം അയാളുടെ കൈ 50,000 കിട്ടി, 25% പോയി കഴിഞ്ഞപ്പോൾ ബാക്കി അയാളുടെ കൈ ഈ ഇരിക്കുന്ന ക്യാഷിന്റെ 75% ഉള്ളൂ. ഇരിക്കുന്ന ക്യാഷിന്റെ 75%ത്തിന്റെ 30% പോയപ്പോ അതിന്റെ 70% ഉള്ളൂ. ആ 70%ത്തിന്റെ 10% പോയപ്പോ വീണ്ടും അതിന്റെ 90% ഉള്ളൂ. അങ്ങനെ കണക്ട് ചെയ്ത് എഴുതണം. അയാളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള പാറ്റേണിൽ വേണം എഴുതാൻ. ആദ്യം 50,000 ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ 75% ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ 70% ഉണ്ടായിരുന്നു, ഇപ്പൊ അതിന്റെ 90% ഉള്ളൂ. ഇതൊരു മാസത്തെ കാര്യമല്ലേ? ചോദിച്ചേക്കുന്നത് എന്താ? ഒരു വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 12 മാസം. ഒരു മാസം അയാളുടെ ഇത്ര സേവിങ്സ് ഉണ്ട്, ബാക്കി 12 തവണ ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ എത്ര രൂപ ഉണ്ടെന്ന ചോദ്യം. സോ ഇൻറ്റു 12 ചെയ്താൽ മതി. 2 0 2 0, 4 0 താഴെ 4 0 മുകളിലും കട്ട് ചെയ്തു. സോ ദെൻ 4ഉം 12 കൂടെ കട്ട് ചെയ്തു 3. സോ നമുക്ക് 3 × 3 9, 9 × 9 81, 81 × 7 × 5, 81 × 7 × 5 35. എത്ര കിട്ടും? 2835, 2835. ഇനി 2 0യും കൂടെ ഉണ്ടല്ലോ, 2 0യും ഉണ്ട്. സോ ആൻസർ ഓപ്ഷൻ സി 283500.
ക്ലിയർ ആണല്ലോ. അപ്പൊ ഒരാള് ചെലവാക്കുന്നു ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ബാക്കി അയാളുടെ കയ്യിലുണ്ട് ആ ഒരു രീതിയിൽ വേണം. 25% പോയാൽ 75% ഉണ്ട്, 20% പോയാൽ ബാക്കി 80% ഉണ്ട്. ആ ഒരു പാറ്റേണിൽ വേണം ചെയ്യാൻ. ഭയങ്കര ഈസി ആയിട്ട് കിട്ടും, ഒരു ഡൗട്ടും വരത്തില്ല കേട്ടോ. സോ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Ravi spends 20% of his income on petrol, 1/3 of the remaining income on household expenditure, and the balance is his savings. If he spent 7,500 on petrol, find his household expenditure. Ravi spent 20% of his income on petrol. 20% പെട്രോളിന് ചെലവാക്കുന്നു. പക്ഷെ അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. രവി 7,500 രൂപയാണ് പെട്രോളിന് ചെലവാക്കുന്നതെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഈസി ആയില്ലേ? ബാലൻസ് ഒന്നും കണ്ടുപിടിക്കണ്ടല്ലോ, ജസ്റ്റ് ഡയറക്റ്റ് അങ്ങോട്ട് കൊടുക്കാലോ. രവി അയാളുടെ ഇൻകത്തിന്റെ 20% പെട്രോളിന് ചെലവാക്കുന്നത്. ആ 20% എന്ന് പറയുന്നത് 7,500 ആണ്. അങ്ങനെയാണ് രവിയുടെ സാലറി എത്രയാ? 100% എത്രയാ? സാലറിയുടെ 20% ആണല്ലോ 7,500. അപ്പൊ 100% എത്രയാ? ഇവിടെ ഇൻറ്റു 5 ആണ്. സോ ഇവിടെ ഇൻറ്റു 5 ചെയ്യുക. 5 × 5 25, ബാലൻസ് ടു 37,500 ആണ് ആളുടെ സാലറി. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഫൈൻഡ് ഹിസ് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ. ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ 1/3 ഓഫ് ദ റിമൈനിങ് ആണെന്ന് പറയുന്നുണ്ട്. എന്തിന്റെ 1/3? പെട്രോൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന്റെ 1/3 അയാളുടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ അയാളുടെ സാലറിയിൽ നിന്ന് പെട്രോൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ക്ലിയർ ആണ്. 37,500 ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 7,500 അയാൾ പെട്രോളിന് ചെലവാക്കും. ബാക്കി ഒരു 30,000 രൂപ അയാളുടെ കയ്യിലുള്ളൂ. അതിന്റെ 1/3, 30,000ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 10,000. അതാണ് അയാളുടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ. 30,000ന്റെ 1/3 അങ്ങ് എടുത്താൽ മതി. ആൻസർ 10,000. ക്ലിയർ ആണല്ലോ? 1/3 ആണ് അയാളുടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ടൈപ്പ് ക്ലിയർ ആണല്ലോ? ഈ ടൈപ്പിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അടുത്ത പോപ്പുലേഷന്റെ ഒരു ടൈപ്പ് നോക്കാം. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഇയർ ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ increased by 10%, and in the second year it diminished by 10%. At the end of the second year its population was 4,73,220. The population of the first year was. സക്സസീവ് എന്നുള്ള കോൺസെപ്റ്റ് പോപ്പുലേഷന്റെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാം. ഒരു വർഷം എത്ര ആയിരുന്നു പോപ്പുലേഷൻ, അതിൽ നിന്ന് 10% കൂടി, പിന്നെ ആ സെയിം സാധനത്തിന് തന്നെ 10% കുറഞ്ഞു. കാരണം പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് ഇവിടെ സക്സസീവ് അപ്ലൈ ചെയ്യാം. ഒന്ന് ചെയ്തിട്ട് പറയാവോ? അല്ലെങ്കിൽ അല്ലാതെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് പറയാവോ? എത്ര കിട്ടിയ ആൻസർ? ഡ്യൂറിംഗ് ഫസ്റ്റ് ഇയർ ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസ്ഡ് ബൈ 10%. ഫസ്റ്റ് ഇയറിൽ പോപ്പുലേഷൻ 10% കൂടി. സെക്കൻഡ് ഇയറിൽ 10% കുറഞ്ഞു. 10% കൂടി 10% കുറഞ്ഞു എന്ന് വെച്ചാൽ 1% കുറഞ്ഞു. സോ 1% ഡിക്രീസ് ആണ് നെറ്റ് വാല്യൂ. ടോട്ടൽ എഫക്ട്, നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ 1% ഡിക്രീസ് ആണ്. ഓക്കെ, അപ്പൊ 1% എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ എല്ലാവർക്കും. 10% കൂടി 10% കുറഞ്ഞു. സോ 10 -10 -10 into 10/100. സോ 10ഉം 10ഉം ക്യാൻസൽ ആയി, -1%. അതായത് 1% ഡിക്രീസ്. സെയിം നമ്പർ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ അറിയാലോ, -x²/100 ഒക്കെ ചെയ്താൽ മതി. അപ്പൊ 10% ഒക്കെ നമ്മൾ എപ്പോഴും കാണുന്ന നമ്പേഴ്സാണ്. 10% കൂടി 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 1% ഡിക്രീസ്. അപ്പൊ 1% ഡിക്രീസ് കഴിഞ്ഞപ്പോ 4,73,220. അപ്പൊ 100% എത്രയാണെന്നാ ചോദ്യം. എന്താ തന്നേക്കുന്നത്? 1% കുറഞ്ഞ 99% തന്നേക്കുന്നത്. മനസ്സിലായോ? പോപ്പുലേഷൻ 1% കുറഞ്ഞപ്പോ 4,73,220 ആയി. 2 തവണയായിട്ട് പോപ്പുലേഷൻ കുറഞ്ഞു. 2 തവണയായിട്ട് മൊത്തത്തിൽ കുറഞ്ഞത് നെറ്റ് എഫക്ട് 1% ആണ്. ആദ്യം 10% കൂടി പിന്നെ 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നെറ്റ് എഫക്ട് 1% കുറഞ്ഞു. അതായത് 100% ഉണ്ടായിരുന്ന പോപ്പുലേഷൻ ഇപ്പൊ 99% ആണ്. 99% ആണ് 473,220. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 100% ആണ്.
ആദ്യം എത്ര ഉണ്ടായിരുന്നു. സോ ആദ്യം നമുക്ക് ഇതിനെ 11 കൊണ്ട് കട്ട് ചെയ്യാം. 11 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 9%. 9% ഇസ് ഈക്വൽ ടു ഇവിടെ 11 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 44, 3, 33, 0, 2, 0 എന്ന് വരും. ഇനി 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1% കിട്ടും. 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4 into 9 36, 70 വരും. 70 വരും. 7 into 9 63, 7 വരും. 8, 72 വരും. ഓക്കെ, 1% എന്ന് പറഞ്ഞാൽ 4780. സോ നമുക്ക് വേണ്ട 100%. ഈ 99%, 1% കൂടെ ആഡ് ചെയ്താൽ 100%. ദാറ്റ് ഈസ് 473220 കൂടെ 4780 ആഡ് ചെയ്താൽ മതി. ഫോർ സെവൻ എയ്റ്റ് ഓപ്ഷൻ സി ആണ്. കാൽക്കുലേഷൻ ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള ട്രിക്കാ പറഞ്ഞു തന്നിരിക്കുന്നത്. 1% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 99% ആയി. അപ്പൊ 99%ന്ന് 1% കട്ട് ചെയ്തെടുക്കുക എളുപ്പമായതുകൊണ്ട് അങ്ങനെ ചെയ്തേ. അല്ലെങ്കിൽ വീണ്ടും ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. 99% ഇത്രയാണെങ്കിൽ 100% എത്രയാണ്, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്താലും നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. സോ ഇതിങ്ങനെ അങ്ങ് ചെയ്തു. 99 1 കൂടെ ആഡ് ചെയ്തെടുത്താൽ മതിയല്ലോ പിന്നീട്. ക്ലിയർ ആണല്ലോ? ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സിന്റെ ടൈപ്പാ. ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സിന്റെ ടൈപ്പാണ്. Vikas spends 80% of his salary. His salary is increased by 25% and his expenditure increased by 15%. What is the percentage increase in his savings? Vikas 80% of the salary ചെലവാക്കുന്ന ആളാ. അപ്പോഴാണ് അയാളുടെ സാലറി എന്ത് ചെയ്തു? 25% കൂടി. സാലറി is increased by 25%. And his expenditure എന്ത് സംഭവിച്ചു? Increased by 15%. Expenditure 15% കൂടി. What is the percentage increase in his savings? ഇത് അലിഗേഷൻ ചെയ്താൽ മതി. അതായത് എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണല്ലോ ഇൻകം കിട്ടുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ്, എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ഇൻകം ആവുന്നത്. എക്സ്പെൻഡിച്ചർ സേവിങ്സ് മിക്സ് ചെയ്യുമ്പോഴാണ് ഇൻകം ആവുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ ചെയ്താൽ മതി, അലിഗേഷൻ ചെയ്താൽ മതി. നോക്കാം. എക്സ്പെൻഡിച്ചർ എത്ര കൂടിയേ? 15%. എക്സ്പെൻഡിച്ചർ 15% കൂടി. സേവിങ്സ് എത്ര കൂടിയേ അറിയത്തില്ല. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പം ഇൻകം എത്ര കൂടിയേ? 25%. സോ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് എടുത്ത് ഇവിടെ എഴുതണം, ഈ ഡിഫറൻസ് എടുത്ത് ഇവിടെ എഴുതണം. സോ ഈ ഡിഫറൻസ് നോക്കാം. 15ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. അത്ര അവിടെ നിൽക്കട്ടെ. ഇനി എക്സ്പെൻഡിച്ചറും സേവിങ്സും തമ്മിലുള്ള റേഷ്യോ എന്താണ്? ഒരാൾ അയാളുടെ 80% ചെലവാക്കുന്നു എന്ന് പറഞ്ഞാൽ 80% ചെലവാക്കുന്നു എന്ന് പറഞ്ഞാൽ 20% സേവ് ചെയ്യുന്നതാണ്. അതായത് അയാളുടെ എക്സ്പെൻഡിച്ചർ 80 ആണെങ്കിൽ സേവിങ്സ് 20 ആണെന്നല്ലേ അർത്ഥം. ഒരാൾ അയാൾക്ക് കിട്ടുന്നതിന്റെ 80% ചെലവാക്കുന്നു, 20% സേവ് ചെയ്യുന്നു. സോ എക്സ്പെൻഡിച്ചർ 80 ആണ്, സേവിങ്സ് 20 ആണ്. സോ എക്സ്പെൻഡിച്ചർ സേവിങ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 80:20 ആണ്. കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8:2 അല്ലെങ്കിൽ 4:1 എന്ന് കിട്ടും അല്ലെ. അപ്പം എക്സ്പെൻഡിച്ചർ സേവിങ്സ് റേഷ്യോ നമുക്ക് അറിയാം 4:1 ആണ്. പക്ഷെ 1 അല്ലല്ലോ, 10 അല്ല ഇവിടെ. എക്സ്പെൻഡിച്ചർ സേവിങ്സ് റേഷ്യോയിൽ ഒരെണ്ണം എനിക്കറിയാം 1 അല്ല 10 ആണ്. 1 10 ആവുമ്പോൾ 4 എന്താവും? 40 ആവും. 4 1 40 10 ആയി അല്ലെ. സോ നോക്കി 15ഉം 25ഉം തമ്മിലുള്ള ഗ്യാപ്പാണ് 10 എങ്കിൽ ഈ 40 എന്ന് പറഞ്ഞാൽ 25ന്റെ കൂടെ ആഡ് ചെയ്താൽ ഇവിടെ കിട്ടും 65. സോ ആൻസർ 65%. 15ന്റെ കൂടെ 10 കൂട്ടിയപ്പോൾ 25, 25ന്റെ കൂടെ 40 കൂട്ടിയപ്പോൾ 65. സോ ആൻസർ 65%. ഈ മെത്തേഡ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ഏത് മെത്തേഡാണോ പഠിച്ചത് ആ മെത്തേഡ് ഫോളോ ചെയ്താലും മതി. ഫൈനലി 65% ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ആണ്. The income of Raman is 45,000. He saves 12.5% of his income.
12.5%. 12.5% എന്ന് പറഞ്ഞാൽ അറിയാലോ, 8-1. 8 രൂപ കിട്ടിയാൽ 1 രൂപ അയാൾ സേവ് ചെയ്യുന്നത്. 8 രൂപ കിട്ടിയാൽ 1 രൂപയാണ് അയാൾ സേവ് ചെയ്യുന്നത്. ബാക്കി എക്സ്പെൻഡിച്ചർ സേവിങ്സ് റേഷ്യോ കിട്ടിയല്ലോ 7-1. 8 രൂപ കിട്ടിയാൽ 7 രൂപ ചെലവാക്കുക, 1 രൂപ സേവ് ചെയ്യും. ആ റേഷ്യോ കിട്ടാൻ ഇത് മതി, 7:1. If his income increased by 18%, expenditure increased by 20%, then his savings will be. നമുക്കറിയാം എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടെ അലിഗേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ ആൻസർ കിട്ടുന്നത്. എക്സ്പെൻഡിച്ചർ 18%, എക്സ്പെൻഡിച്ചർ 20% കൂടിയത്. സേവിങ്സ് എത്ര കൂടിയെന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻകം 18% കൂടിയത്. അപ്പൊ ഇതിൽ നിന്ന് ഈ ഡിഫറൻസ് 2ആണ്. സോ അതാണ് ഈ 7:1. നിങ്ങൾ ചെയ്തോണ്ടാ മതി. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്തോണ്ടാ മതി. ചെയ്തിട്ട് ആ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം. ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യണം. സോ 1 2 ആവുന്ന വെച്ചാൽ 7 14 ആണ്. അങ്ങനെയാണ് ഇത് 4 ആണ്. സോ ഈ ഗ്യാപ്പ് 2 ആയത്, ഈ ഗ്യാപ്പ് എന്തായിരിക്കും 14 ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് 4 ആണ്. അപ്പൊ 4% ഇൻക്രീസ് ആണ്. അപ്പൊ എക്സ്പെൻഡിച്ചറിന് 4% ഇൻക്രീസ് ആണ്. അതായത് 45,000ന്റെ എത്ര പെർസെന്റേജ്? 8-1 അയാൾ സേവ് ചെയ്യുന്നെങ്കിൽ അതിന്റെ 4% ആണ് എന്തെന്ന് പറയുന്നത്, ഇൻക്രീസ് എന്ന് പറയുന്നത്. സോ 2 0 ഇവിടെയും കട്ടായി, 2 0 ഇവിടെയും കട്ടായി, 4 2 450ന്റെ പകുതി 225. ചെയ്തോണം കേട്ടോ. ഇത് നിങ്ങൾ ചെയ്തോണം. ചെയ്തിട്ട് ഇത് 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് തരുവാണ്. ഇത് സക്സസീവ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്ത് നോക്കുക. 10 + 8 + 10 × 8/100 ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വ്യക്തമായിട്ട് ചെയ്ത് നോക്കുക. 18.8 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ പെർസെന്റേജ് ഇത്രയേ ഉള്ളൂ. പെർസെന്റേജ് നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ദിവസം നമുക്ക് റേഷ്യോയുടെ ക്ലാസ് നോക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.